ആ വിഷയങ്ങളിലേക്ക് ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം പറയാതിരിക്കണമെന്ന് ആഗ്രഹിച്ച മാറ്ററിലേക്ക് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് ഒരു വേശ്യയോട് ഊഹിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുന്നു. ഞങ്ങൾ നിൽക്കേണ്ടത് കോൺഗ്രസിനൊപ്പമാണ് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ അതിനെ വായിച്ചെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് പൊതുമധ്യത്തിൽ തിരുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നവാസിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് ആ പ്രയോഗം കിടക്കുന്നത്. കേരളത്തിൽ ആ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് 32 ചാനൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പാർട്ടിയിലേക്ക് ഉപാധികളില്ലാതെ തിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൽ മുസ്ലിം ലീഗിനോളം തന്നെ പ്രാധാന്യമുള്ള പ്രസ്ഥാനമാണ് അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള MSF-ൻ്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസാണ് എന്നോടൊപ്പം ഉള്ളത്. നവാസിൻ്റെ കാലഘട്ടത്തിൽ MSF ഒരു പുതിയ തലത്തിലേക്ക് വളർന്നിട്ടുണ്ട്. വളരെ സർഗാത്മകമായി അതിൻ്റെ ആശയധാരയും വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഒട്ടേറെ വിവാദങ്ങൾ നവാസിൻ്റെ കാലത്തുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നവാസാണ് ഈ ഹരിത പോലുള്ള ഒരു വളരെ സർഗാത്മകമായ MSF-ൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ചിറകരിഞ്ഞത് എന്നൊരു ആക്ഷേപമുണ്ട്. എന്തിനായിരുന്നു ഹരിതയെ പിരിച്ചുവിട്ടുകൊണ്ട് വീണ്ടും ഒരു പുരുഷാധിപത്യത്തിലേക്ക് MSF-നെ കൊണ്ടുപോയതെന്നൊരു ചോദ്യമില്ലേ? എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. ഞാൻ ആ വിവാദങ്ങളിലേക്ക് കൂടുതൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നം ചിറകരിഞ്ഞത് എന്ന പ്രയോഗം തെറ്റാണ്. ഞങ്ങളുടെ ഈ കാലയളവിലാണ് MSF-ൻ്റെ ഹരിതയിൽ നിന്ന് 3 ഭാരവാഹികൾ സംസ്ഥാന MSF-ൻ്റെ ഭാരവാഹികളായി വരണമെന്ന രാഷ്ട്രീയമായ തീരുമാനം ഞങ്ങളെടുത്തത്. ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗിൻ്റെ യുവജന വിദ്യാർത്ഥി ഘടകങ്ങളിൽ ആദ്യമായി പെൺകുട്ടികളുടെ പ്രാതിനിധ്യം ഈ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഞങ്ങൾ മത്സരിച്ച പ്രധാനപ്പെട്ട 2 തിരഞ്ഞെടുപ്പുകളിൽ ആ 2 തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് ഞങ്ങൾ 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള പോസ്റ്റ്. അവിടേക്ക് ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചത്. അതിനുശേഷം കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെനറ്റ് അംഗങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അതിൽ ഒരു പെൺകുട്ടിയെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടികളുടെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുന്നു പറയുന്നത് ഒരുപക്ഷേ സമൂഹം തെറ്റായി വായിക്കുന്ന ഒന്നായിരിക്കാം. അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഹരിത ഒരു വേറെ പ്രത്യേക വിഭാഗമായി നിൽക്കാതെ MSF-നകത്ത് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അല്ല, കാലാനുസൃതമായ മാറ്റങ്ങളാണ്. ഹരിത കമ്മിറ്റി രൂപീകരിക്കുന്ന 2010 അന്ന് പെൺകുട്ടികൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്നതിലുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുക എന്നത്. സ്വാഭാവികമായി അവർ മുഖ്യധാരയിലെത്തി. കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ MSF-ൻ്റെ കൊടി പിടിക്കുന്നതിൽ 50%-ലധികം പെൺകുട്ടികളാണ്. അത്തരമൊരു ഘട്ടത്തിൽ അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക മാത്രമല്ല, MSF-നകത്തേക്കും അവർക്ക് അവസരം കൊടുക്കണമെന്നതാണ് MSF-ൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലേക്ക് പോവുകയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പറയുന്ന നിർബന്ധമായും എല്ലാ ഘടകങ്ങളിലും പെൺകുട്ടികളുടെ പ്രാതിനിധ്യം MSF-ൻ്റെ കമ്മിറ്റിക്കകത്ത് ഉണ്ടാകണം എന്ന വിപ്ലവകരമായ ഒരു തീരുമാനം കൂടിയാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നടക്കുന്നത്. വളരെ പോസിറ്റീവായ വളരെ പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്നൊരു നിലപാടാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത്രയേറെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമ്പോഴും ഒരു സ്ത്രീ വിരുദ്ധനായ ഒരു കാലഘട്ടത്തിൽ PK നവാസിനെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് എന്താണ് തോന്നിയത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ ആ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് 32 ചാനൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ 32 ചാനൽ ചർച്ച നടന്നു. അതിൽ ഒരു എനിക്കെതിരെ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൻ്റെ പട്ടം എനിക്ക് ചാർത്തി തരുന്നതാണ് ആ ചർച്ചയുടെ മുഖ്യമായും സംഭവിച്ചത്. എൻ്റെ വേർഷൻ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല. 11-12 ഇൻ്റർവ്യൂകൾ നടന്നു അതുമായി ബന്ധപ്പെട്ട് കേരളം മൊത്തം ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ. അതിലൊരു ഘട്ടത്തിൽ പോലും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇരുന്നു കൊടുത്തിട്ടില്ല. സ്വാഭാവികമായി ഒരു പാർട്ടി പ്രവർത്തകൻ, പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന രീതിയിൽ അതിനെക്കുറിച്ചൊരു വാക്കോ ഒരു വാചകമോ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മീഡിയകൾക്ക് മുമ്പിലോ നിരന്തരം നിങ്ങൾ ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ പോകാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. അത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം വീണ്ടും ചോദിക്കുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വിഷയങ്ങളൊക്കെ അവസാനിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ വാർത്ത പുറത്തു വരുന്നൊരു ഘട്ടമുണ്ട്. നിങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം 1-2 വർഷം മുമ്പ് ഈ വാർത്ത വരുമ്പോൾ ഒരു പീഡകനായാണ് ചാനലിലെ ന്യൂസ് ഫ്ലാഷുകൾ എന്നെ എഴുതി കാണിച്ചത്. യഥാർത്ഥത്തിൽ പരാതിയുടെ കോപ്പി മാധ്യമങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അതിലെന്താണ് പരാമർശിക്കപ്പെട്ടുള്ളതെന്ന് കൃത്യമായി എഴുതപ്പെട്ടിട്ട് പോലും അതുപോലും ശരിയല്ല എന്നിരിക്കെ ആ പറഞ്ഞ വാചകത്തിന് അപ്പുറത്തേക്ക് എത്ര കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോയിട്ടാണ് വാർത്താ മാധ്യമങ്ങൾ ആ വാർത്ത കൊണ്ടുവരാനും നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു ചാപ്പയിൽ കുത്താനും ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വളരെ മാനസികമായി എനിക്ക് തോന്നുന്നു നവാസിൻ്റെ ഹൗസ് വാമിംഗ് നടക്കുന്ന ആ ഒരു ദിവസമാണ് ഈ വാർത്ത വരുന്നത്. അതെ ഞാൻ ഒരു ജീവിതത്തിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആണല്ലോ ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, 30ാമത്തെ വയസ്സിലൊരു വീട് പണി പൂർത്തീകരിക്കണമെന്നുള്ള വളരെ മുമ്പേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഞാനത് പൂർത്തീകരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ചടങ്ങ് നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ വാർത്തകൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി നമ്മൾ ആ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയും
ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ അത്രയും പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വീട് പാർക്കലിൻ്റെ അന്നത്തെ ദിവസം കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം, സംഘടനാ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ ആ വീട്ടിൽ താമസിക്കാതെ 2 ആഴ്ചയോളം എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് മാറി നിന്നാണ് താമസിക്കുന്നത്. ഫാമിലിയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടം, അങ്ങനെ ഒരു മാനസിക പ്രയാസത്തിലായിരുന്നു. തീർച്ചയായും അത് എങ്ങനെ പറഞ്ഞ് കൺവേ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് 100% വിശ്വാസം ഉള്ളപ്പോഴും സമൂഹം മുഴുവൻ ഇത്തരത്തിൽ ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാദങ്ങൾ മാത്രം ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഉൾവലിഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഒരു 10-12 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി എൻ്റെ തറവാട്ട് വീട്ടിൽ ആരുമില്ല, അവിടെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം മാത്രം നിന്നൊരു ഘട്ടമായിരുന്നു. പിന്നീട് മെല്ലെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി, അതിൻ്റെ വസ്തുതകൾ പുറത്തു വരാൻ തുടങ്ങി. അത് പറഞ്ഞു തീർക്കാൻ. എന്നാലും ഈ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് പിന്നെയും പിടിച്ചു നിൽക്കാം. ഈ സ്ത്രീ വിരുദ്ധൻ അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ പിടിവിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് സംഭവിച്ചത് എന്താണെന്നുള്ളതും വ്യക്തമായി ഇപ്പോഴും ആർക്കും അറിയില്ല. എങ്കിൽ കൂടി അതൊരു പീഡനമായിരുന്നില്ല എന്ന് അപ്പം തന്നെ തെളിഞ്ഞതാണ്. അന്ന് ഈ പീഡനമല്ല എന്ന് എന്തുകൊണ്ടാണ് അന്ന് സംഭവിച്ചതിനെക്കുറിച്ച് പറയാണ്ടിരുന്നത്? യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളെ പോലും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ സ്ത്രീ വിരുദ്ധനെന്നോ അല്ലെങ്കിൽ പീഡനം എന്നുള്ള വാചകങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ വല്ലാത്തൊരു മാനസിക അസ്വസ്ഥത ഉണ്ട്. അത് എങ്ങനെയാണ് എൻ്റെ വാചകങ്ങളല്ല, അന്ന് ഞാനത് എങ്ങനെയാണ് ഞാനതാ പറയുന്നത്. ആ പ്രയോഗങ്ങളാണ് ചാനലുകൾ മുഴുവൻ എഴുതി കാണിച്ചതും മാധ്യമങ്ങൾ വായിച്ചതും. പിന്നീട് അത് അല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തി പറയാൻ എത്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ എത്ര വാർത്താവതാരകർ തയ്യാറായി എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുന്നത് അതൊരു അനുഭവിച്ച് തീരേണ്ട ഒരു അവസ്ഥയാണ്. ഈ അല്ലെന്ന് നമ്മൾ പറയുമ്പോഴും അന്ന് സംഭവിച്ചതിനെക്കുറിച്ച് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അന്ന് ഒരു വനിതാ പ്രവർത്തക, ഒരു സഹപ്രവർത്തക പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിലെ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, ഒരു വേശ്യയോട് ഊഹിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുന്നു. അത് ശരിക്കും കേൾക്കുന്ന ആളുകൾക്ക്, അവർ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്കും മാധ്യമപ്രവർത്തകർക്കും തോന്നുന്നതും ഒരു സംഘടനാ നേതാവ് ഒരു വനിതാ നേതാവിൻ്റെ മുഖത്ത് നോക്കി വേശ്യ എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്ത്രീവിരുദ്ധമാണത്. അതിൽ മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് പോലും ഈ പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു ചർച്ചക്കോ അല്ലെങ്കിൽ മറ്റെന്തിനോ പോകേണ്ട കാര്യമില്ല. സ്വമേധയാൽ രാജിവെച്ച് പോകാൻ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളാണ്. അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങളുടെ ചോദ്യം കൂടുതൽ ഷാർപ്പാകുമ്പോൾ ഞാൻ എൻ്റെ പ്രതികരണങ്ങൾ ഉത്തരങ്ങളായി മാറുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ഒരു സഹപ്രവർത്തകയെയും അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടില്ല ഞാൻ എന്നെൻ്റെ കോൺഫിഡൻറ്റ്, എൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് എൻ്റെ പാർട്ടി എൻ്റെ കൂടെ നിന്നത്. ഞാൻ കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചാൽ ഏതൊരു വേശ്യയ്ക്കും ഉണ്ടാകുമല്ലോ ചില മറുപടികൾ. അപ്പോൾ അതുകൂടി കേൾക്കണ്ടേ എന്നുള്ള അർത്ഥത്തിലാണ് നവാസ് ചോദിച്ചിട്ടുള്ളത്. വനിതാ നേതാവ് അവിടെ ഒരു വിഷയം ഉന്നയിക്കുമ്പോഴാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അത് സ്ത്രീവിരുദ്ധമായ പരാമർശമായല്ലേ പരിഗണിക്കപ്പെടുന്നത്? അത് രണ്ട് കോണ്ടസ്റ്റാണ്. ഞാനത് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യവും പരാമർശിക്കപ്പെടുന്ന വ്യക്തിയും ഒരു 3-4 മണിക്കൂറിൻ്റെ അകലമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വാക്കും ഇതാണ് അന്ന് സംഭവിച്ചതായിട്ട് വാർത്താമാധ്യമങ്ങൾ കറക്റ്റ്നെസ് ആണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിലെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരെന്ന രീതിയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയി അത്തരം തിരുത്തലുകൾക്ക് വേണ്ടി വിധേയപ്പെടാവുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് എൻ്റെ സഹപ്രവർത്തകർക്കെതിരെ ഞാൻ ഉപയോഗിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവരുന്നത്, അത് അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഞാനത് വളരെ കാര്യം നമ്മൾ പറയുന്നതല്ല. അന്ന് മാധ്യമപ്രവർത്തകരോടും ഈ പറയുന്ന വ്യക്തികൾ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും അത് പൊതുമധ്യത്തിൽ തിരുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നവാസിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് ആ പ്രയോഗം കിടക്കുന്നത്. അല്ല, ഞാനൊരു പാർട്ടി ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ പരിധിക്കും പരിമിതിക്കകത്താണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇത്രയധികം ചർച്ചകൾ മറ്റൊരു അർത്ഥത്തിൽ നടത്തിയപ്പോഴും പ്രതികരിക്കാതിരുന്ന ഒരാളെന്ന രീതിയിൽ ആ പത്രസമ്മേളനങ്ങൾക്കോ മാധ്യമ സമ്മേളനത്തിലെ വാചകങ്ങൾക്കോ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മറുപടിയില്ല, അതൊരു സോൾവ്ഡ് മാറ്ററാണ്, ക്ലോസ് ചെയ്തൊരു മാറ്റർ. പാർട്ടി അന്ന് ആ വാർത്താ സമ്മേളനങ്ങൾ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കി. പാർട്ടിയെ മാത്രമല്ല PK നവാസിനെയും MSFനെയും ഒക്കെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കിയ വാർത്താ സമ്മേളനമായിരുന്നു. അല്ല, അതിലൊന്നും തർക്കമില്ല. വാർത്താ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് മാധ്യമങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ വ്യക്തിപരമായും സംഘടനാപരമായും വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ വേദനയേക്കാൾക്ക് അപ്പുറത്തേക്ക് നമ്മളൊക്കെ ജീവിതം സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവരാണ്. സ്വാഭാവികമായി നമുക്കറിയാം MSFൻ്റെ ഈ കാലയളവിനിടയിൽ ഞങ്ങൾക്കൊക്കെ ബാക്കിയാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ, MSFൻ്റെ സഹപ്രവർത്തകർ, ആയിരക്കണക്കിന് സജീവമായി നിൽക്കുന്ന മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പ്രവർത്തകരുണ്ടാവും. അവർക്കൊക്കെ ബാക്കിയാകുന്നത് കുറേ പോലീസ് കേസുകളും അല്ലെങ്കിൽ പാസ്പോർട്ട് ഇല്ലാതെ 1 വർഷത്തേക്ക് മാത്രം പുതുക്കേണ്ട പാസ്പോർട്ടുകളും സമരങ്ങളിൽ ഏൽക്കുന്ന പരിക്കും അങ്ങനെയൊക്കെയാണ് ഇത് ബാക്കിയാകുന്നത്. ഇതൊക്കെ നമുക്ക് ബാക്കിയാകുമ്പോൾ നമ്മുടെ സംതൃപ്തി നമ്മുടെ സംഘടനയാണ്, പാർട്ടി എന്ന രീതിയിലാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇത്ര വലിയ വിവാദമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വളരെ സിമ്പിളായി
ഒരു പത്രത്തിലെ ഞങ്ങളുടെ ദിനപത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്തയിൽ ഇത് അവസാനിച്ചു പോകുന്നതിൻ്റെ കാരണം പാർട്ടി എന്ന സ്പിരിറ്റിലേക്ക് ഞങ്ങളെല്ലാവരും വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ പാർട്ടിക്ക് ഒരു പരിക്ക് പറ്റിയെന്നത് ഹൃദയത്തിനകത്ത് വലിയ വേദനയുണ്ട്. ആ പാർട്ടിക്ക് പരിക്ക് പറ്റുന്ന രൂപത്തിലേക്ക് അത് പോകരുതായിരുന്നു എന്നും കൃത്യമായി എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പാലിക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു ഒരു പ്രതികരണം ഡിഫൻസായി എൻ്റെ ഭാഗത്ത് നിന്ന് വരികയും അത് വീണ്ടും കേരളത്തിലൊരു ചർച്ചയായി പാർട്ടിക്ക് ബുദ്ധിമുട്ടാവാതിരിക്കുകയും ചെയ്യുക എന്നത്. അങ്ങനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഭാഗം ക്ലിയർ ആവുകയും പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഘട്ടം വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രതികരണം പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ സ്വയം കളങ്കിതനാവാതെ സ്വയം ആത്മശുദ്ധി വരുത്തേണ്ടത് ഒരു ഉത്തരവാദിത്തമാണല്ലോ. സ്വാഭാവികമായിട്ടും അന്നത്തെ ആ പ്രയോഗത്തെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വ്യക്തിപരമായി ഞാൻ അഗ്നിശുദ്ധി വരുത്തുന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് കീഴ്പ്പെട്ട ഒരാൾ നിൽക്കുക എന്നുള്ളതാണ് ഞാനതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം. പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു വ്യക്തിയും വളരുക എന്നുള്ളത് ഇപ്പോൾ ഞാനായാലും മറ്റാരായാലും അത് സാധ്യമായ ഒന്നല്ല. പാർട്ടിക്ക് അകത്ത് കീഴ്പ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. അല്ല, പാർട്ടിയോട് നവാസിന് കൂറുണ്ടാവും, പക്ഷേ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾ പൊതുപ്രവർത്തകനാണല്ലോ. അപ്പോൾ ഈ പൊതുസമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ടല്ലോ, തൻ്റെ ഈ പറയുന്ന അഗ്നിശുദ്ധി വരുത്താനുള്ളൊരു പ്രതിബദ്ധതയുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറയേണ്ടി വന്നതുകൂടി പറഞ്ഞാൽ ഈ കാര്യം ക്ലിയറായി നമുക്കത് ഒരു വ്യക്തത വരുത്താൻ. നിങ്ങൾ ഇതിനോട് വീണ്ടും വീണ്ടും ചോദിച്ചാലും ആ വിഷയങ്ങളിലേക്ക് ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം പറയാതിരിക്കണമെന്ന് ആഗ്രഹിച്ച മാറ്ററിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു പോകില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ എൻ്റെ അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറയുന്നത് ഞാനൊരു വിശ്വാസിയാണ്. ആ വിശ്വാസി നിലക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് അവിടെയൊന്നല്ല. എൻ്റെ ജീവിതത്തിലെ ഈ കാലയളവിനിടയിൽ ഇന്നേ വരെ എൻ്റെ പഠന കാലയളവിൽ പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ MBA ഞാൻ കേരളത്തിൻ്റെ പുറത്താണ് ചെയ്തത്. അങ്ങനെ പല ഘട്ടത്തിലും ഞാൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഇൻ്റർവ്യൂ കാണുന്ന ആർക്കെങ്കിലും ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരും ആവട്ടെ ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായി എന്ന് പറയാവുന്ന ഒരാളും കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് എൻ്റെ ആത്മവിശ്വാസം. അതുണ്ടാവില്ല എന്നും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഒരാൾ കടന്നു വരാനും കഴിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന ചില നിഷ്കർഷകളുടെ ഭാഗമാണ് അതൊക്കെ. പിന്നെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ വാർത്തകൾ വരികയും പിന്നെ പരാതികൾക്കപ്പുറത്തേക്ക് പർവ്വതീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു PK നവാസ് ഉണ്ട്. PK നവാസ് ഉണ്ട്. അതൊരു ദിവസം കൊണ്ട് ക്ലിയർ ആവണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ സംഘടനാ ജീവിതത്തിനിടയിൽ കൂടുതൽ ഇടപെടലുകളിൽ അതിൽ ക്രിസ്റ്റൽ ക്ലിയറായി കാര്യങ്ങൾ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ MSFൻ്റെ സംഘടനാ നേതൃത്വത്തിൽ ഇരുന്ന ശേഷം തുടക്കത്തിലാണുള്ള വിവാദങ്ങൾ ഉണ്ടായത്. ഇപ്പം ഞാനും നിങ്ങളും രഞ്ജിത്തും ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ആത്മവിശ്വാസമുള്ളത് MSFൻ്റെ 65 വർഷമായി കേരള സംസ്ഥാന കമ്മിറ്റികൾ കേരളത്തിൽ രൂപീകരണമായിട്ട്. ആ 65 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളുടെ കാലഘട്ടം ഈ കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെ കാലഘട്ടം ഈ കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായി ഞങ്ങൾക്ക് സംഘടനാ ശേഷി പൊതുവേ കുറവുള്ള തെക്കൻ കേരളങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞൊരു കാലഘട്ടം ഇതാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി യൂണിയൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന ആത്മവിശ്വാസത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ കഴിയുന്നൊരു കാലഘട്ടം ഈ കാലഘട്ടമാണ്. അത്തരം ഘട്ടത്തിലേക്ക് പിന്നെ വിദ്യാർത്ഥികളുടെ വിശ്വാസത്തിലെടുക്കാൻ MSFന് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ എൻ്റെ വ്യക്തിപരമായ നിങ്ങൾ പറഞ്ഞ പിന്നെ ഈ അഗ്നിശുദ്ധി വരുത്തൽ സംഘടനാപരമായി സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും സംഘടന വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ സംഘടന വളർന്നു. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു PK നവാസ് അല്ല ഇപ്പോൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നടത്തിയ പരാമർശം അത് നജ്മയ്ക്കെതിരെയല്ല വേറൊരാൾക്കെതിരെയാണെങ്കിൽ കൂടി ആ ഒരു പരാമർശം പൊളിറ്റിക്കലി തെറ്റായിരുന്നൊരു പോലെ. ഞാൻ പറയുന്നത് പിന്നെ കേരളത്തിൻ്റെ നിയമസഭക്കകത്തും നിയമസഭാ രേഖയിലുള്ളതും കേരളത്തിൻ്റെ രാഷ്ട്രീയ പിന്നെ പൊതുപരിപാടികളിലെ രാഷ്ട്രീയ പ്രയോഗങ്ങളിലും കടന്നു വരുന്ന സ്വാഭാവികമായ ഒരു പഴഞ്ചൊല്ല്, കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ല്, അങ്ങനെ തന്നെ വിളിക്കാതെ അത് പിന്നെ ഈ നിങ്ങൾ പറയുന്ന കോൺഗ്രസിൽ നിന്ന് എത്രയോ മണിക്കൂറുകൾ ഇട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ സഹപ്രവർത്തകർ സംസാരിക്കുന്നത്. ആ സമയത്ത് അതിന് മുമ്പേ കടന്നു വന്നിട്ടുള്ളൊരു പരാമർശം അതിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തപ്പെടേണ്ടതും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിതത്തിൽ ജനിച്ചു വരുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാകുന്നതല്ലല്ലോ. ജീവിതത്തിന്റെ ഇടപെടലുകളിലൂടെ കടന്നു വരുമ്പോൾ രൂപപ്പെട്ട് വരേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരു പുതിയ ജനറേഷനിലെ ആളുകൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിലാണ് ഈ ചർച്ചകൾ പിന്നെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായി ബന്ധപ്പെട്ട് കേരള പൊളിറ്റിക്സ് വലിയ ചർച്ചകൾ ഉയർന്നു വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പൂർണ്ണമായി സ്വായത്തമാക്കാൻ കഴിയാത്ത പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചെറുപ്പക്കാരായ ഞങ്ങൾ അതിലേക്ക് കടന്നു വരുന്നത് ഇത്തരം രൂപപ്പെടലുകളുടെയും ഇടപെടലുകളുടെയും ചർച്ചകളുടെയൊക്കെ തന്നെയാണ്. അങ്ങനെ ആ ആസ്പെക്റ്റിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ തിരുത്താവുന്നതാണ്. കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വിധേയമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതൊരു വ്യക്തിഹത്യയോ സ്ത്രീ വിരുദ്ധതയോ മറ്റെന്തെങ്കിലുമായി ചൂണ്ടിക്കാണിക്കാൻ ആസൂത്രിതമായ ഒരു മാധ്യമ ശ്രമം, അതിൻ്റെ ഗൂഢാലോചന ഒന്നും ഞാൻ വിളിക്കുന്നില്ല. പ്രത്യേകിച്ച് അത്തരം വാർത്തകൾ ആ പ്രയോഗത്തെ നവാസ് നിരാകരിക്കുകയാണ് പൂർണ്ണമായിട്ടും. ആ പ്രയോഗം വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് നവാസിനുണ്ടായ വ്യക്തിപരമായിട്ടുള്ള മാനസികമായ പ്രയാസം സംഘടനയെ പ്രതിക്കൂട്ടിലാക്കി. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ലീഗ് ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിക്കൂട്ടിലാക്കി. ഇങ്ങനെ അക്ഷന്തവ്യമായ തെറ്റ് ചെയ്ത ഒരു കൂട്ടം
പാർട്ടി പ്രവർത്തകരെ, വനിതകളെന്ന് മാറ്റിയെത്തിയ പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിലേക്ക് ഉപാധികളില്ലാതെ തിരിച്ചെടുക്കുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പാർട്ടി എന്ന് പറയുന്ന ഒരു വികാരത്തിനകത്ത് മറ്റൊന്നിനും സ്ഥാനമില്ല. എൻ്റെ പാർട്ടി, പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പാർട്ടി നേതൃത്വത്തോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, കൂടിയിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ ബോധ്യപ്പെടലാണ് ഈ പാർട്ടിയിലെ ഏറ്റവും ചെറിയ പദവിയിലിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ. മുസ്ലിം ലീഗിൻ്റെ വിവിധ പദവികൾ എടുത്താൽ അതിൽ ഏറ്റവും ചെറിയ പദവിയാണ് MSFൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്. ആ പദവി ഇരിക്കുന്ന ഒരാളെ പാർട്ടി അങ്ങനെ അംഗീകരിക്കാനും അത് പിന്നെ മാറി വെക്കേണ്ടതില്ല, അതിൽ തെറ്റില്ല എന്ന് പാർട്ടിയുടെ കൺക്ലൂഷനിലേക്ക് എത്തിയതും ആ വസ്തുതകളുടെ പിന്നെ ഒരു വിശകലനത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു, പാർട്ടി അന്വേഷിച്ചിരുന്നു, അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ കമ്മീഷൻ ഉണ്ടാകുമ്പോൾ അതിലൊരു കുറ്റക്കാരനും അതിൽ പരാതിക്കാരനും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറ്റക്കാരെയാണോ തിരിച്ചെടുത്തിരിക്കുന്നത്? ഇതിലിപ്പോൾ ആരാണ് ഇതിൽ കുറ്റം ചെയ്തതെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നില്ല. രണ്ടുപേരും സംഘടനയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിൽ ആരാണ് കുറ്റക്കാരൻ, ആരാണ് അപരാധി എന്നതാണ്. നിരപരാധി. അതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല, പാർട്ടി തോൽക്കാതിരിക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. പാർട്ടി തോൽക്കാതിരിക്കണം. ഇനിയും ഈ വിഷയം പാർട്ടി തോൽക്കാതിരിക്കുകയല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത്. പാർട്ടി ആ വിഷയം ഉന്നയിച്ച അന്ന് വാർത്താസമ്മേളനം നടത്തിയ അന്ന് പാർട്ടിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്ക് മുന്നിൽ പാർട്ടി ചെറുതായിരിക്കുകയാണ്. പാർട്ടി അവരെ തിരിച്ചെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ അതിനെ വായിച്ചെടുക്കാം. ഞാനതിനെ വായിച്ചെടുക്കുന്നത് അങ്ങനെയല്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് സംഘടനാപരമായി നടപടിക്ക് വിധേയമായ കുറേയേറെ ആളുകളെ പിന്നെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം തിരിച്ചെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി അതിൽ ഈ വിഷയത്തിൽ എൻ്റെ സഹപ്രവർത്തകരെയും തിരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളത് കേരളത്തിലെ വലിയ മാധ്യമ ചർച്ചയായ ഒരു വിഷയം എന്നുള്ളത് അവരെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ ഏകദേശ കണക്ക് ശരിയാണെങ്കിൽ, ഒരു 10-50 ആളുകളെ സംഘടനയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചർച്ചകളുടെ ഭാഗമായി സ്വമേധയാൽ സംഘടനയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായ ആളുകൾ, ഞങ്ങൾക്ക് സംഘടനയിൽ തിരിച്ചു വന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകൾ, അവരെയൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ മുമ്പിലൊന്നും കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല ഈ പാർട്ടിയുടെ വാതിൽ എന്നതാണ് ഈ പാർട്ടിയുടെയും പ്രത്യേകിച്ച് പാർട്ടി പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയും സവിശേഷത എന്നാണ് ഞാൻ. ഈ തിരിച്ചെടുക്കുന്ന ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ നവാസ് ഉണ്ടായിരുന്നു. ചർച്ച പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. സ്വാഭാവികമായി നിലവിൽ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ആരാഗ്രഹം പ്രകടിപ്പിച്ചാലും അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് ആവശ്യമായ ചർച്ചകളും തിരുത്തലുകളും ഒക്കെ വന്ന് തിരിച്ചെത്തണം എന്ന ആഗ്രഹം അവർ പ്രകടിപ്പിച്ചവരെ സ്വാഗതം ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറായി. അവർക്ക് സംഭവിച്ച തെറ്റായിരുന്നു. അവരന്ന് ചെയ്ത വാർത്താ സമ്മേളനം, അവരന്ന് പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അവർ പാർട്ടിയുടെ നേതാവിനെ പ്രതിക്കൂട്ടിലാക്കിയത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് മാത്രമേ എനിക്കതിൽ പറയാൻ പറ്റുള്ളൂ. അവർ മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ സംഘടനയോട് ഒരു ക്ഷമാപണം നടത്തിയാണ് തിരിച്ചു വന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല. എന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ പരസ്പരം അങ്ങനെ കൊണ്ടും മാപ്പ് പറയേണ്ട വിഷയം ഉണ്ടായിട്ടില്ല. പാർട്ടിയാണ് അതിൽ വിഷയം എടുക്കേണ്ടത്. പാർട്ടിയുടെ സംഘടനാ പ്രൊസീജിയർ സ്വാഭാവികമായി പാലിക്കപ്പെടും. അത് പാലിക്കപ്പെട്ടിട്ടുണ്ടാകും, പാലിക്കപ്പെടേണ്ടതുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മാപ്പ് പറയുക എന്ന് പറയുന്നത് വലിയൊരു അപരാധമായി നിങ്ങൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കേണ്ടതൊന്നുമില്ല. ഒരു പാർട്ടി വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പാർട്ടിക്ക് വിധേയപ്പെട്ടവരാണ്. പാർട്ടിക്ക് 1000 തവണ മാപ്പ് എഴുതി കൊടുക്കേണ്ടി വന്നാലും പറയേണ്ടി വന്നാലും സ്വാഭാവികമായി സംഘടനാ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞങ്ങൾക്കാർക്കൊരു പ്രയാസം അതിലില്ല. അതിനൊരു പർവ്വതീകരിച്ചൊരു ചോദ്യമായി വരേണ്ട കാര്യം പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ സംഭവമായിട്ടൊരു ചോദ്യത്തിലേക്ക് പാർട്ടിയുടെ സംഘടനാ പ്രൊസീജിയർ അനുസരിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ മാപ്പ് പറഞ്ഞാണ് കയറി വരാറുള്ളത്. സംഘടനാ പ്രൊസീജിയർ എന്താണോ അതെല്ലാം പാലിച്ചിട്ടാണ് സംഘടന ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. മാപ്പ് പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വമാണ് അത് പറയേണ്ടത്. സംഘടനാ പ്രൊസീജിയർ പാലിക്കാതെ അങ്ങനെ ഒരാൾക്ക്, ഞാൻ ഉൾപ്പെടെ ആർക്കും, പാർട്ടി ഇതൊരു സംവിധാനമാണല്ലോ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി സംവിധാനം. ഇവരെ തിരിച്ചെടുത്ത ഘട്ടത്തിൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളിൽ ഒരാളായിട്ടുള്ള നൂർബിന റഷീദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് അവരിപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതിൽ പറയുന്നത് അന്ന് വളരെ അക്ഷന്തവ്യമായ തെറ്റാണ് ഈ കുട്ടികൾ കാണിച്ചതും സംഘടനയോടും സംഘടനയുടെ നേതാക്കന്മാരെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മാധ്യമങ്ങളിൽ താലിബാനികൾ എന്നുവരെ ലീഗുകാരെ വിളിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ വാർത്താ സമ്മേളനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ചെത്തുമ്പോൾ പാലിക്കേണ്ട മിതത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ ഫെമിനിസ്റ്റ് ആശയങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫെമിനിസം എന്നൊരു വാക്ക് തന്നെയുണ്ട്, ഈ ഫെമിനിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരരുത്, ഇവിടുത്തെ കുട്ടികളെ നിങ്ങൾ ആ ഫെമിനിസം പഠിപ്പിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഫെമിനിസ്റ്റ് ആശയങ്ങളുടെ വക്താക്കളായിട്ട് തന്നെയാണ് അവരെ കാണുന്നത്, അല്ലെങ്കിൽ ഫെമിനിസത്തെക്കുറിച്ചുള്ളൊരു MSFൻ്റെ നേതാവിൻ്റെ കാഴ്ചപ്പാടാണ്? അല്ല, MSFനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഫെമിനിസം ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിസം ആയാലും ലിബറലിസം ആയാലും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയാണ് MSF. ലീഗ് പൊളിറ്റിക്സ് നിലനിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിലാണ്, ഒരു സ്വത്ത് രാഷ്ട്രീയത്തിലാണ്. ആ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്യാൻവാസിൻ്റെ പുറത്ത് നിൽക്കുന്ന ഐഡിയോളജികളാണ് ഇതെല്ലാം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് രണ്ട് അഭിപ്രായത്തിൻ്റെ ആവശ്യം പോലും ഇതിനകത്തില്ല.
ലീഗിൻ്റെ ഒരു ഐഡിയോളജി പൊളിറ്റിക്സിൻ്റെ വലയത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന കണ്ടൻറ്റുകളെല്ലാം. അത് ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ലീഗ് പൊളിറ്റിക്സിനകത്ത് ഞാൻ MSFൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ MSFകാരുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നത്, ലീഗ് ക്യാൻവാസിനകത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഉണ്ട്. ആ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ പവിത്രതയാണ്, അല്ലെങ്കിൽ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിലാണ് നമ്മുടെയൊക്കെ സംഘടനാ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുന്നത്. അതായത് ഈ ലീഗ് രാഷ്ട്രീയത്തിനകത്ത് വനിതാ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറിയ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ അതൊരു വനിതകളുടെ രാഷ്ട്രീയമാണ്. ആ വനിതകളുടെ സ്വത്വവും ഇതിനകത്തുണ്ട്. വനിതകൾ സ്വത്തുകൾ ഉയർത്തിപ്പിടിക്കണം. ഇപ്പോൾ ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയമാണെങ്കിലും ന്യൂനപക്ഷങ്ങളിൽ സ്ത്രീകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടല്ലോ. അപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതിനെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ ജോലിയെക്കുറിച്ചൊക്കെയാണ് ഈ ഫെമിനിസം എന്നതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിന് ലീഗ് രാഷ്ട്രീയത്തിൽ ഇടമുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, ഫെമിനിസത്തിന് ഞങ്ങൾ നൽകിയ വിശദീകരണത്തിന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ നിന്ന് ഫ്രഞ്ച് വിപ്ലവാനന്തരം രൂപപ്പെട്ടു വന്ന ഫെമിനിസം എന്ന് പറയുന്ന ആശയത്തെ നിങ്ങൾ പറഞ്ഞ അത്ര സിമ്പിളായിട്ടല്ല ലോകം വായിച്ചെടുക്കുന്നതെന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞതാണ് സ്ത്രീ സമൂഹത്തിലെ സഹോദരി, ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ശാക്തീകരണവും അവരുടെ വിദ്യാഭ്യാസപരവും അവരുടെ മുന്നേറ്റവുമാണ് ഈ ഉദ്ദേശിക്കുന്ന സോക്കാൾഡ് ഫെമിനിസത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് ലീഗ് എടുത്തുകൊണ്ടിരിക്കുന്നൊരു പണിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാക്താക്കളാണ് ഞങ്ങളെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. പക്ഷേ ദേശീയ തലത്തിൽ, അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ഫെമിനിസം എന്ന് പറയുന്ന വാക്കിൻ്റെ രൂപപ്പെടലുകളും അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലല്ല എന്നുള്ളത് കൊണ്ടും, സ്ത്രീകൾക്ക് സ്വതന്ത്ര അസ്തിത്വമുണ്ട് എന്ന് പറയുന്ന, സ്വതന്ത്ര അസ്തിത്വം ഉണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള താരതമ്യ പഠനത്തിലൂടെ കടന്നു പോവുകയും അതിൽ ഉണ്ടായി വരുന്ന പല ചർച്ചകളിലും സ്വാഭാവികമായി ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ, നേരത്തെ പറഞ്ഞ ഒരു വിശ്വാസ രാഷ്ട്രീയത്തിൻ്റെ പരിസരത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ അതിൻ്റെ പലതിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് വ്യക്തിപരമായി അഭിപ്രായം. നൂർബിനെ പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെ ഫെമിനിസ്റ്റുകൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെ അങ്ങനെ ഇല്ലല്ലോ. ഇതിനകത്ത് ആർക്കും പ്രവർത്തിക്കാം. അതിൻ്റെ ആശയ പ്രചാരകർ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമുണ്ട്. ഇതിനകത്ത് മുസ്ലിം ലീഗിനകത്ത് ഏത് മതവിഭാഗത്തിലുള്ളവർക്കും പ്രവർത്തിക്കാം, മതമില്ലാത്തവർക്കും പ്രവർത്തിക്കാം, ഏത് ചിന്താഗതിയുള്ളവർക്കും പ്രവർത്തിക്കാം. മതമില്ലാത്തവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? മതമില്ലാത്തവർക്കും ലീഗ് അനുകൂലികളായി നിൽക്കാം, തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആശയ പ്രചാരണം എന്ന് പറയും, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തിന് വിരുദ്ധമായ ഒരു പ്രചാരണം ഇതിനകത്ത് നിന്ന് നടത്താൻ പാടില്ല. മതമില്ലാത്ത ഒരാൾ ഞാൻ ലീഗ് അനുഭാവിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ല. നേതൃത്വത്തിലേക്ക് വരുന്നതല്ല, അതിൻ്റെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ അതിന് പരിക്കേൽപ്പിക്കുന്ന പ്രചാരകരായി ഇതിനകത്ത് നിന്ന് ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു. ഇപ്പോൾ ഈ ഫെമിനിസം തന്നെ ഈ നവാസ് പറയുന്ന ഈ സ്വത്വവുമായിട്ട് ചേർത്ത് വെച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക് ഫെമിനിസം അതൊരു വേറൊരു തലത്തിലുള്ളതാണ്. ഇപ്പോൾ ഈ ഹിജാബിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമാകണമെന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഫെമിനിസം ഉണ്ട്. അതിനെ എങ്ങനെയാണ് ലീഗ് MSF നോക്കി കാണുന്നത്? ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന വാക്കൊക്കെ ഊതി വീർപ്പിക്കപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒന്നും ഇല്ല. ഈ ആമിന, ഞാൻ അവരുടെ പേരൊന്നും പറയാൻ, അങ്ങനെ ചില ഇൻ്റർനാഷണൽ ഫെമിനിസ്റ്റ് വാദികൾ ഈ ഫെമിനിസത്തെ എങ്ങനെ ഈ മുസ്ലിം സമൂഹത്തിനകത്തെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള അവരുടെ ബുദ്ധിയുടെ ഭാഗമാണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന വാചകമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഡിബേറ്റ്ഫുൾ ആയ വിഷയമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിബേറ്റുകൾ നടക്കേണ്ടതാണ്, ചർച്ചകൾ നടക്കേണ്ടതാണ്. അങ്ങനെ അതൊരു പ്രത്യയശാസ്ത്രമായൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഇസ്ലാമിക് ഫെമിനിസം ഒരു പ്രത്യയശാസ്ത്രമായി അവതരിപ്പിക്കപ്പെടുകയോ നമ്മൾ ചർച്ചപ്പെടുകയോ ചെയ്യുന്ന സാധനമൊന്നുമല്ല. ഇനി ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും അവർക്ക് അവരുടെ അവകാശങ്ങളെ വകവെച്ച് കൊടുത്തുകൊണ്ട് അവരെ എല്ലാ വിധത്തിലും സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വിശാലമായ ഒരു വിശ്വാസ സംഹിതയാണെന്ന കാര്യത്തിൽ തർക്കം. ഈ ചോദ്യം അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ഇപ്പോൾ സ്ത്രീ സംവരണം വരാൻ പോവുകയാണ്. 35% സംവരണത്തെക്കുറിച്ച് പറയുന്നു. വനിതാ സംവരണ ബില്ല് പാസ്സായി കഴിഞ്ഞു, നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും MSFനകത്തൊക്കെ കൂടുതൽ സ്ത്രീകൾ കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫെമിനിസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ കുറച്ചുകൂടി ഒരു വ്യക്തത ലീഗിന് വരേണ്ടതില്ലേ? ലീഗിനതിൽ കൃത്യമായ വ്യക്തതയുണ്ട്. ലീഗിനൊരു വ്യക്തതക്കുറവ് വിഷയത്തിലില്ല. വ്യക്തതക്കുറവുള്ളവരാണ് അത് തിരുത്തേണ്ടത്. മുസ്ലിം ലീഗിനെ നേതൃത്വം സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതക്കുറവില്ല. പിന്നെ സ്ത്രീകൾ കടന്നു വരുന്നു എന്നതിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ടതെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓൾറെഡി അതിനൊക്കെ തയ്യാറായവരും അതിന് കൂടെ സഞ്ചരിക്കുന്നവരുമാണ്. അങ്ങനെ ലീഗ് 30% സംവരണം വരുമ്പോൾ ലീഗ് എന്തോ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ടതുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾ സംഘടനാപരമായി ഞങ്ങൾക്കില്ല. ഞങ്ങളിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളെയും അതിന് കൂടി ചേരുകയും അതിന് കൂടെ പോവുകയും ഇപ്പം ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പ് കഴിഞ്ഞപ്പോൾ 25 ലക്ഷം മെമ്പർഷിപ്പ് വന്നതിൽ 51% സ്ത്രീ പങ്കാളിത്തമുള്ള സംഘടനയാണ്. അങ്ങനത്തെ ഒരു സംഘടനയെ നോക്കി നിങ്ങൾ ഇനി ഒരുങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഈ അംഗത്വത്തിൽ നിന്ന് നേതൃത്വത്തിലേക്കുള്ള പരിണാമത്തെക്കുറിച്ച് പറയും. അതാ പറയുന്നത്. ഇപ്പം ഞാൻ മത്സരിക്കുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ വെച്ചാണ്. ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഞങ്ങളുടെ വനിതാ സ്ഥാനാർത്ഥിയാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്, ഇഷ്ടം പോലെ ജനറൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്. സ്വാഭാവികമായി ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ അതിൻ്റെ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഗ്രാജുവലി ചെറിയ മാറ്റങ്ങൾ വന്ന് വരുന്നൊരു സംവിധാനമാണ്. അതിനകത്ത് മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് 30% സംവരണമാക്കി അല്ലെങ്കിൽ 50% സംവരണമാക്കി ഇനി ലീഗിന് സ്ഥാനാർത്ഥിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേടിയേ ഇല്ല. ഞങ്ങൾക്ക് എല്ലാത്തിനും പറ്റുന്ന രൂപത്തിലേക്കുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പിന്നെ മുതിർന്നവരായ ഒരുപാട് സ്ത്രീകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്കൊരു
അതിനെക്കുറിച്ച് അങ്ങനെ ആവലാതിപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ ഈ ലീഗ് MSF ഒക്കെ എപ്പോഴും വിശ്വാസപരമായി സ്വത്വപരമായി ആ ഒരു ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആത്മീയ സംഘടനകളോടുള്ള ഒരു പുലബന്ധം ലീഗിന് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടും ഈ സമസ്ത പോലുള്ള ആത്മീയ സംഘടനകൾ ലീഗ് അതിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടാണ് പണ്ട് കാലത്തൊക്കെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖമായി ലീഗ് മാത്രമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖമുണ്ടെങ്കിൽ അത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ പങ്കാളിത്തം ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തിൽ അഭിപ്രായം വരുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? അല്ലെന്നേ, നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാ സംഘടനകൾക്കും അവരുടെ അസ്തിത്വമുണ്ട്. മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെതായ അസ്തിത്വമുണ്ട്, സമസ്തക്ക് സമസ്തയുടെ അസ്തിത്വമുണ്ട്. ആ പരസ്പര അസ്തിത്വങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ അസ്തിത്വ ബോധങ്ങളെ പരിഗണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലീഗും സമസ്തയും സമസ്തയ്ക്ക് ഒരു ആത്മീയമായ അസ്തിത്വമാണ്. ആത്മീയമായ മതപരമായ കാര്യങ്ങളിൽ അവരുടെ പണ്ഡിത സഭ കൂടി തീരുമാനമെടുക്കുന്നതാണ്. അതിനൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ അത് ലീഗായിരുന്നു ഒരു കാലത്ത്. സമസ്ത എന്ന് പറയുന്നത് ലീഗായിരുന്നു. അതല്ലാതെ സമസ്തയ്ക്കുള്ളിൽ തന്നെ ഉമർ ഫൈസി മുക്കത്തപ്പോഴുള്ള ആളുകൾ പറയുന്നത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കുന്നതും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതും CPM ആണ്. വളരെ പരസ്യമായിട്ട് പറയുകയാണ്, അതും തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ വിശ്വാസ രാഷ്ട്രീയം CPM-നോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലൊരു പ്രശ്നം, സമസ്ത ലീഗും ലീഗ് സമസ്തയുമല്ല, രണ്ട് തന്നെയാണ്. എല്ലാ സമസ്തക്കാരും ലീഗുകാരല്ല, എല്ലാ ലീഗുകാരും സമസ്തക്കാരല്ല. പക്ഷേ പരസ്പര സൗഹാർദ്ദം ചേർത്ത് വെച്ച് പോകുന്ന കേരളത്തെ ഇന്ത്യയിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മത നേതൃത്വത്തിൻ്റെയും പണ്ഡിത നേതൃത്വത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ചേർന്നിരിപ്പിൻ്റെ ഒരു സൗഹൃദമാണ് ലീഗും സമസ്തയും തമ്മിലുള്ളത്. അതിനിടയിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവാം. അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, തിരിച്ച് ഇപ്പുറത്തു നിന്ന് അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷേ അവസാനം ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ മുതിർന്ന നേതാക്കന്മാരാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ സമസ്തയുടെ എൻ്റെ ഒരു വിശ്വാസം, അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, മുസ്ലിം ലീഗിൻ്റെ കടന്നുപോയ സ്വാത്വികന്മാരായ നേതാക്കന്മാരെക്കാൾ വലിയ നേതാക്കന്മാർ ഇനി ഭാവിയിൽ വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുപോലെ തന്നെ സമസ്തയുടെയും കടന്നുപോയ നേതാക്കന്മാരെക്കാൾ സ്വാത്വികരായ നേതാക്കന്മാർ ഭാവിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല ഞാൻ. അവർ കാണിച്ചൊരു മാതൃക ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതായത് ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വളരെ പവിത്രതയോട് കാണുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിലെ പവിത്രമായ നേതാക്കന്മാർ കാണിച്ച മാതൃക ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആ മാതൃകയ്ക്ക് വിഘാതമായി പുതിയൊരു നേതാവും അത് കാണിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ മാതൃകയിൽ നിന്ന് സമസ്ത വ്യതിചലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യതിചലനത്തിൻ്റെയും കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സമസ്തയുടെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് ഒരു പക്ഷേ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ സമസ്തയും ലീഗും തമ്മിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഒരുമിച്ചിരിക്കുന്ന പാരമ്പര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗഹൃദം എന്ന് പറയുന്നത്. ഈ വ്യത്യസ്ത അഭിപ്രായം സമസ്തയ്ക്കുള്ളിൽ മാത്രമുള്ളതാണോ? ഇങ്ങനൊരു രണ്ട് അഭിപ്രായം ലീഗിനകത്തുണ്ടോ? അതായത് എല്ലാ കാലത്തും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് പോകേണ്ട ഒരു പ്രസ്ഥാനമാണ് ലീഗ്, അല്ലെങ്കിൽ മുന്നണി രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കേണ്ടത്, CPM-നൊപ്പം നിന്നാൽ എന്ത് എന്നൊരു ചിന്ത ഒരു വിഭാഗം ലീഗുകാർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അല്ല, അങ്ങനെ ഒരു വിഭാഗം ലീഗുകാർക്ക് വന്നിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒന്ന്. രണ്ട്, ഇന്ത്യയിൽ കോൺഗ്രസ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം, ന്യൂനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ നിൽക്കേണ്ടത് കോൺഗ്രസിനൊപ്പമാണ് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ അതിനെ വായിച്ചെടുക്കുന്നത്. അതിനെ മറ്റേതെങ്കിലും തരത്തിൽ വായിക്കുന്നവരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ത്യയിൽ അങ്ങനെ സാധ്യമാവും. ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി 100% ഞങ്ങൾ അതിനോട് കൂറ് പുലർത്തിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. വയനാട്ടിലായാലും വടകരയിലായാലും കോൺഗ്രസിനേക്കാൾ ആവേശത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ലീഗ് നേതാക്കന്മാർ മുന്നിട്ടിറങ്ങുകയും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ്തങ്ങളും മുനവർ അലി ശിഹാബ്തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെ 20 നിയോജക മണ്ഡലങ്ങളിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം പോലും അത് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത്. കേരളത്തിനകത്താണല്ലോ ലീഗ് മന്ത്രി പദവികൾ വഹിച്ചിട്ടുള്ളതും മുഖ്യമന്ത്രി പദത്തിൽ പോലും ലീഗ് എത്തിയത് കേരള രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അത്തരം അധികാര കേന്ദ്രങ്ങളിൽ ലീഗിന് തുടർന്നും ഉണ്ടാവണമെങ്കിൽ അത് കോൺഗ്രസിനൊപ്പം നിന്നാലല്ല, കുറച്ചുകൂടി പൊളിറ്റിക്കലി അധികാരങ്ങൾ കിട്ടാൻ പോകുന്നത് CPM-നൊപ്പം നിന്നാലാണ് എന്നൊരു ചിന്ത ഒരു ലീഗ് തന്നെ ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ ലീഗിനെ നിരന്തരം മാടി വിളിച്ച ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ വളരെ കൃത്യമായ സ്റ്റാൻഡ് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അധികാരം നോക്കി പോകുന്നവരല്ല, നിലപാടുകളാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. ഇപ്പോൾ വടകരയിൽ വിഷയം ഉണ്ടായപ്പോൾ പോലും CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് അതും ലീഗല്ല, ലീഗ് വളരെ മാന്യമായി പൊളിറ്റിക്സ് പറയുന്ന ആൾക്കാരാണ്, കോൺഗ്രസ്സാണ് വർഗീയത പറഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോലും ലീഗിനെ സോഫ്റ്റായി ചേർത്ത് നിർത്താൻ വേണ്ടി CPM ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിളി നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, വടകരയിലെ ഒരു ചെറിയ ഒരു റൗണ്ടിൽ ഇരുന്നു കൊണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ് പറഞ്ഞ വാചകത്തെ നമ്മൾ സ്നേഹത്തോടെ ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്.
ലോകത്തിൻ്റെ ഒരു വലയത്തിലിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് ലീഗിനെ കുറിച്ച് പറഞ്ഞത് അതിനേക്കാൾ അഭിമാനത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അത്ര ഞങ്ങൾ അതിൽ പറയുന്നത്. CPM-നൊപ്പം ചേർന്ന് പോകാൻ പറ്റാത്ത രാഷ്ട്രീയ അത്വത്വമാണ് ലീഗിൻ്റെ. CPM-നൊപ്പം ചേർന്നിരിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയമായ ഒരു വിശ്വാസപരമായിട്ടുള്ള അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾക്ക് CPM-നോട് യോജിക്കാൻ കഴിയാത്ത ഘട്ടങ്ങളുണ്ട്. എന്നാൽ CPM-നോട് യോജിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ CPM-നൊപ്പം ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഒരു പോളിസിയുടെ ഭാഗമായി ഞങ്ങൾ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പോളിസി രൂപപ്പെടേണ്ട സാഹചര്യം കേരളത്തിൽ ഇന്ന് ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു പോളിസി ഞങ്ങൾ എല്ലാ കാലത്തും CPM-നെ മാറ്റി നിർത്തി ഒരു ഭാഗത്ത് തന്നെ നിൽക്കുന്നവരാണെന്നുള്ള വാദമൊന്നും ഞങ്ങൾ രാഷ്ട്രീയമായി നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അജണ്ടകളിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ, അത് അധികാര അജണ്ടകളല്ല, അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയും അതിൽ സംശയം ചോദിക്കുന്നവർക്ക് 1% പോലും അവസരം കൊടുക്കാതെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുക എന്ന് പറയുന്ന ദൗത്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അധികാര രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യുവ പ്രാതിനിധ്യം വേണമെന്ന് എല്ലാ കാലത്തും ആവശ്യപ്പെടാറുണ്ട്. യുവ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ യൂത്ത് ലീഗ് വരെ എത്താറുള്ളൂ. MSF-ൻ്റെ നേതാക്കന്മാരെ ഇത്തരം നേതൃത്വത്തിലേക്ക്, MLA പദവിയിലേക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ലീഗ് പരിഗണിക്കേണ്ട ഒരു വിഷയമല്ലേ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സീറ്റിലാണ് ഞങ്ങൾ മത്സരിക്കാറുള്ളത്. കേരളത്തിലെ മറ്റു പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ ലീഗ് 24 സീറ്റുണ്ടെന്ന്, അത്ര സീറ്റ് കുറഞ്ഞ സീറ്റേ ഉള്ളൂ. അതിൽ തന്നെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായി ഞങ്ങൾ പരിഗണിക്കുന്നതിന് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. എങ്കിൽ പോലും അടുത്ത കാലത്ത് വന്ന മാറ്റങ്ങളുണ്ടല്ലോ, അത് നമ്മൾ കാണാതെ പോയിക്കൂടാ. പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 യൂത്ത് ലീഗ് നേതാക്കന്മാർക്ക് ഞങ്ങൾക്ക് യൂത്ത് ലീഗ് വരെ എത്തുന്നുള്ളൂ. യൂത്ത് ലീഗ് വിദ്യാർത്ഥി പ്രാതിനിധ്യം എന്നുള്ള നിങ്ങളുടെ ആശങ്കയേക്കാൾ യൂത്ത് ലീഗ് വരെ കഴിഞ്ഞ നിയമസഭയിൽ എത്തി എന്ന ഞങ്ങളുടെ പ്രതീക്ഷയാണ് അവിടെയുള്ളൊരു കാര്യം. ഇനിയിപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായി 2 സീറ്റുകൾ മുതിർന്ന നേതാക്കന്മാരാണ് ഈ അവിടെ പോലും യുവാക്കളുടെ ചർച്ചകൾ ഉയർന്നു വന്നു. പാർട്ടിക്കകത്തും പുറത്തും വന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പാർട്ടി വളരെ സജീവമായി ഇത് പരിഗണിക്കുന്നു. പ്രത്യേകിച്ച് ഇത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് വന്ന ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഒരു ഘട്ടങ്ങളിൽ നിങ്ങൾ പാതിയായി മാറി വെക്കുന്ന ഒരു സമയമാണ്. കോൺഗ്രസ്സായിട്ട് ലീഗും മുന്നണി ബന്ധത്തിൽ സൗഹൃദത്തിൽ പോകുന്നിടത്ത് പ്രസിഡന്റ് പദവിയും ചെയർമാൻ പദവിയൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. ആ വാർത്തകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എത്ര ചെറുപ്പക്കാരാണ് അതിൻ്റെ ചെയർമാൻഷിപ്പിലേക്ക്, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻഷിപ്പിലേക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിരവധിയായ ചെറുപ്പക്കാർ വരുന്നു. എനിക്ക് തോന്നുന്നു ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയേറെ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടിയ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനോ ലോക്കൽ ബോഡി കാലഘട്ടങ്ങളോ ഉണ്ടായിട്ടില്ല. അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി നടപ്പിലാക്കി വന്നതാണ്. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി വരും കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്തവർ. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് തന്നെ ഒന്നുകൂടി സ്പെസിഫിക് ആയി ചോദിച്ചാൽ, ഒരു വിദ്യാർത്ഥി നേതാവിനോട്, MSF നേതാവിനപ്പുറത്ത് ഒരു വിദ്യാർത്ഥി നേതാവിനോട് ചോദിക്കുന്നത്, അധികാര രാഷ്ട്രീയത്തിൽ യുവ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൂടി അതിന് വരേണ്ടതല്ലേ? ഇപ്പോൾ എല്ലാ കാലത്തും സ്വാഭാവികമായിട്ട് യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നൊരു ആവശ്യമുണ്ട്. വിദ്യാർത്ഥികളും ഈ അധികാര പ്രാതിനിധ്യത്തിൽ പെടേണ്ടവരല്ലേ? കാരണം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഒരു വേദി വിദ്യാർത്ഥികൾ കൂടി കിട്ടേണ്ടതല്ലേ? സ്വാഭാവികമായും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വേദി ഇല്ലെന്ന് കരുതി പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുന്ന സാഹചര്യമൊന്നുമില്ല. ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം നിർവഹിക്കാൻ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു അധികാര പദവി വേണമെന്നൊരു നിർബന്ധവും ഞങ്ങൾക്കില്ല. നമ്മളങ്ങനെ അധികാരം കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുമല്ല. പക്ഷേ സ്വാഭാവികമായി സംഘടനക്കകത്ത് അംഗീകരിക്കപ്പെടലുകളും സംഘടനക്കകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ജനറേഷനെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ പാർട്ടി നേതൃത്വം വളരെ ഗൗരവമായി അത്തരം ചർച്ചകൾ നടക്കാറുണ്ട്. അത് വരും കാലങ്ങളിൽ നടക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ ഞങ്ങൾ വിശ്വാസം. അത് MSF-ന് വേണോ യൂത്ത് ലീഗിന് വേണമെന്നല്ല, ഒരു ജനറേഷൻ എന്നുള്ളതാണ്, യുവജന വിദ്യാർത്ഥി സമൂഹമാണ്. ആ സമൂഹത്തെ പരിഗണിക്കാവുന്നതാണ്. സ്വാഭാവികമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരിഗണന ആ നിലയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനിയും തുടർന്നുണ്ടാവും. ഇനി അധികാരം നിങ്ങൾ പറയുന്ന തിരഞ്ഞെടുപ്പ് അധികാരങ്ങളില്ലാതെ സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉത്തരവ്. അത് എത്ര കാലം ജീവിതത്തിൽ സമർപ്പിക്കപ്പെടേണ്ടി വന്നാലും ത്യാഗമല്ല. അത് ഞങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും MLA ആവണമെന്നോ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെന്നോ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള ആഗ്രഹത്തിലേ അല്ല. ഇതൊരു വെറുതെ കേവലം വാചകങ്ങൾക്ക് വേണ്ടി പറയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ സ്പേസുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്, ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്. ആ ഐഡിയോളജിക്കൽ ബേസിനകത്താണ്. അതിനകത്ത് ഒരു നിയമസഭ അല്ലെങ്കിൽ ഒരു ലോകസഭ അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, ഒരു ജില്ലാ പഞ്ചായത്ത് ഇതൊരു ഘടകമേ അല്ല. അതിതിൻ്റെ ഭാഗമായി വന്നു ചേരുന്നുവെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് അത് വന്നു ചേരും. വന്നു ചേർന്നില്ലെന്ന് കരുതി നിരാശപ്പെട്ടു പോകുന്നവരായി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡിയോളജിക്കൽ ബേസിൽ അവർക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. MSF എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ മാർജിനിലാണ്, 6 വോട്ടിൻ്റെ മാർജിനിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. കേരളത്തിൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷ സംഘടനയെ പരാജയപ്പെടുത്തിയ ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, അധികാരം, അവിടെ ഇരിക്കുന്ന വ്യക്തികൾ, ഒരുപക്ഷെ റിട്ടേണിംഗ് ഓഫീസർ വരെ കൃത്യമായ രാഷ്ട്രീയമുള്ളവരായിരിക്കും, പോലീസ് സംവിധാനങ്ങൾ, ഇതൊക്കെ.
കഴിഞ്ഞ തവണ 6 വോട്ടിന് തോറ്റു. അതിനുശേഷം സെനറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാത്രമായി 4 സെനറ്റ് അംഗങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. 1-ാം തീയതി കണ്ണൂരിൽ സെനറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇടതുപക്ഷ വിരുദ്ധ മനസ്സുമായി പാകപ്പെട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് SFI അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അവരുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന കാലോചിതമായ മാറ്റങ്ങൾ വരുത്താതിരിക്കുന്നതുകൊണ്ട് പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇനി വരുത്തുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ 4 ഇയർ ഡിഗ്രി ഉൾപ്പെടെ വരുത്തുന്ന മാറ്റങ്ങൾ കൂടുതൽ ആലോചനകളോ ചർച്ചകളോ ഇല്ലാതെ പിന്നെ അബദ്ധജടിലമായ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇതിലൊക്കെ അസ്വസ്ഥമായിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ CPM-ഉം SFI-യും ഇടതുപക്ഷത്തിനൊക്കെ പരാജയം സംഭവിച്ചു പോയത് കാലത്തിനനുസരിച്ച് വിദ്യാർത്ഥികളെ മനസ്സ് വായിക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല എന്നതാണ്. ഞങ്ങളുടെ ഒരു പോസിറ്റീവായി കാണുന്ന അവരുടെ മനസ്സ് വായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. ആ വായനയിൽ വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ മാസം 10-ാം തീയതി കാലിക്കറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ, 1-ാം തീയതി വരുന്ന മാസം 1-ാം തീയതി കണ്ണൂർ ഇലക്ഷൻ നടക്കുമ്പോൾ, അവിടെയൊക്കെ റിസൾട്ട് വരുമ്പോൾ വിദ്യാർത്ഥികളുടെ വലിയ പിന്തുണ MSF-നും MSF നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് MSF-ന് എല്ലാ വിജയാശംസകളും. താങ്ക് യു.